സമൂഹമാധ്യമം വഴി പരിചയത്തിലായ 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് പീഡിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ കേസാണിത്. പ്രതിയുടെ ജാമ്യഹർജി തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: ഇന്നത്തെ കൗമാരക്കാർക്കിടയിൽ വെർച്വൽ സ്നേഹമാണ് കൂടുതലായുള്ളത്. എന്നാൽ അതിന്റെ അപകടത്തെക്കുറിച്ച് അവർ അജ്ഞരാണ്. നമ്മുടെ കുട്ടികൾ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും മാത്രം അറിഞ്ഞാൽ പോരാ, വെർച്വൽ ടച്ചിനെ പറ്റിയും അവർ ബോധവാന്മാരായിരിക്കണം. എന്താണ് വെർച്വൽ ടച്ച്? ഇന്റർനെറ്റിലെ സാധ്യതകളെ വിരൽത്തുമ്പിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് വെർച്വൽ ടച്ച്. ഇതുവഴിയാണ് മെറ്റാവേഴ്സിലെ അവതാറുകൾ തമ്മിൽ ഇടപെടുന്നത്. യഥാർത്ഥ സ്പർശം അല്ലെങ്കിൽ കൂടിയും യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കും വിധം മനുഷ്യന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇത്തരം സ്പർശനങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ഒറ്റ ടച്ചിലൂടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ വ്യക്തിവിവരങ്ങളോ സമ്പത്തോ സ്വകാര്യതയോ ആകാം. നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഒരു സൈബർ ലോകത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾ ഇതിലേക്ക് എത്തപ്പെടുന്നു. കൗമാരകാലത്ത് ഒരു യുവാവാവുന്നതിന് തുടങ്ങും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾക്കായിരിക്കും സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാവുക. കാരണം ഈ പറയുന്നത് പോലെ എന്താണ് മുന്നിലുള്ള ചതിക്കുഴി എന്നറിയാതെ പോകുമ്പോൾ ഈ പറയുന്ന 7 വയസ്സ്, ഇപ്പം സൈബർ ബുള്ളിങ് ഉള്ള 5-6 വയസ്സുള്ള സൈബർ ബുള്ളിങ് നേരിട്ട കുട്ടികളെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത് ചില രീതികളിലുള്ള ബുള്ളിങ്ങും മറ്റുമായിരിക്കും അവർ വിധേയമാക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷം 12 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് റിലേഷണൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നവരുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവാം. മെറ്റാവേഴ്സിലെ സ്പർശനങ്ങൾ അത്ര നിസ്സാരമല്ല. നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ വികാരങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ മെറ്റാവേഴ്സിലെ അവതാറുകളെ സ്പർശിക്കുമ്പോഴും ഇത്തരം വികാരങ്ങൾ ഉണ്ടാകുമെന്ന് ജർമ്മനിയിലെ റൂർ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ അനുഭവപ്പെടുന്നതിന്റെ തീവ്രത വ്യത്യസ്തമായിരിക്കുമെന്ന് മാത്രം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കുട്ടികൾ പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമുകൾ കളിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് കാരണം എന്തായിരിക്കാം? അവതാറുകൾ കുട്ടികളുടെ വൈകാരിക തലത്തെ സ്പർശിക്കുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തീവ്രമായ ട്രോമയിലേക്കും മാനസിക വൈകാരിക പ്രശ്നത്തിലേക്കും നയിക്കാനുള്ള സാധ്യത ഏറെയാണ്. പാരൻറ്റിങ് നമ്മൾ അടിസ്ഥാനപരമായ തത്വങ്ങളായി സൗഹാർദ്ദപരമായ പാരൻറ്റിങ് ആയിരിക്കണം. നമ്മൾ കുട്ടിക്ക് എന്തു കാര്യവും നിങ്ങളോട് പറയാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. പിന്നെ ഇത് ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ വളരെ പാനിക്കായി വയലൻ്റായി റിയാക്ട് ചെയ്യാതെ അതിനുള്ള നിയമ സംവിധാനത്തെയും മറ്റും സമീപിക്കുകയും നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടിയുടെ സ്വകാര്യതയും ഒക്കെ മാനിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണവും മറ്റും നടത്തുകയും കുറ്റവാളികളെയാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുകയും ഇത്തരം വാർത്തകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നല്ല പ്രചാരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും നമുക്ക് ചെയ്യാവുന്നതാണ്. ലൈംഗിക ദുരുപയോഗവും ചൂഷണവും, ഇമോഷണൽ അബ്യൂസ്, ഗ്രൂമിംഗ്, സൈബർ ബുള്ളിങ്, തട്ടിപ്പ്, ഇങ്ങനെ വിവിധ തരത്തിലാണ് ഓൺലൈൻ വഴി അബ്യൂസുകൾ നടക്കുന്നത്. സൈബർ ലോകത്ത് വലവിരിച്ച് കാത്തിരിക്കുന്നവർ ആദ്യം കുട്ടികളുടെ വിശ്വാസ്യത നേടിയെടുക്കും. ശേഷം അവരെ ലൈംഗിക പ്രവർത്തനത്തിന് നിർബന്ധിക്കുകയും അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. വിസമ്മതിക്കുന്നവരെ മുൻപ് ലഭിച്ച ചിത്രങ്ങളോ വീഡിയോയോ കാണിച്ച് ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. തുടർച്ചയായ മെന്റൽ ഹറാസ്മെന്റിലൂടെയും ഭീഷണിയിലൂടെയും കുട്ടികളുടെ മാനസിക നില തകർക്കാനും നിയന്ത്രിക്കാനും ഇത്തരക്കാർക്ക് സാധിക്കും. അതിനൊരു വലിയ ഉദാഹരണമാണ് ബ്ലൂ വെയിൽ ഗെയിം. ഒരു ഭീഷണിക്കും വശംവദരാകരുതെന്നും എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അതിലൊരു അപകടത്തിൻ്റെ വശമുണ്ടെന്നും ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളോടും സ്കൂളിലെ അധ്യാപകന്മാരോടോ കൗൺസിലറോടോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെയോ സഹായിക്കാൻ അവരുടെ അടുത്തേക്ക് സഹായവുമായി പോകാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ അവർക്കൊരു ഉത്കണ്ഠ ഉണ്ടാകും, അവർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം, ഉറക്കപ്രശ്നം ഉണ്ടായേക്കാം, വിശപ്പ് കുറവായിരിക്കും, പൊതുവെ ഒരു ഉൾവലിഞ്ഞ പ്രകൃതമായേക്കാം, പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസിക അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്കും ചിലപ്പോൾ വൈകിയ വേളയിൽ കുട്ടികൾക്കൊരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്കും ഉത്കണ്ഠ രോഗങ്ങളിലേക്കും ഒക്കെയുള്ള കുട്ടികളെ നമ്മൾ കാണും. മെറ്റാവേഴ്സ് ഗെയിമിനിടെ 16-കാരിയുടെ അവതാർ കൂട്ടബലാത്സംഗത്തിനിരയായ വാർത്ത UK നിന്നും പുറത്തു വന്നിരുന്നു. ശാരീരികമായ യാതൊരു ആക്രമണവും ആ കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടില്ലെങ്കിലും സെക്ഷൽ ട്രോമയിലൂടെ അവൾ കടന്നു പോകുന്നുവെന്നാണ് കണ്ടെത്തിയത്. ഈ കേസ് ഇപ്പോൾ ബ്രിട്ടീഷ് പോലീസ് അന്വേഷിക്കുന്നു. അതായത് ഇതൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. സോഷ്യൽ കണക്ഷനെ, കമ്മ്യൂണിക്കേഷനെ ജാഗ്രതയോടെ നോക്കിക്കാണാൻ നമ്മുടെ കൗമാരക്കാരെ പ്രാപ്തരാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ്.